Hi all, DME Module 1 Class 5ലേക്ക് കടക്കുകയാണ്. കമ്പൈൻഡ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നീ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പൈൻഡ് സ്ട്രെസ്സസ് എന്താണ് എന്ന് നോക്കുന്നതിനേക്കാളും മുമ്പ് എന്തൊക്കെയാണ് ജനറലി ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകൾ. അപ്പോൾ പലതരത്തിലുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു കമ്പോണൻറ്റിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ്സുകളെ ക്ലാസിഫൈ ചെയ്യാം. നോർമൽ സ്ട്രെസ്സസ് എന്നും ദെൻ ഷിയർ സ്ട്രെസ്സസ് എന്നുള്ള രീതിയിൽ നമുക്ക് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഈ നോർമൽ സ്ട്രെസ്സസിൽ തന്നെ ആക്സിയൽ ഡയറക്ഷനിലുള്ള ഒരു ടെൻസൈൽ സ്ട്രെസ്സോ ഒരു കംപ്രസീവ് സ്ട്രെസ്സോ ആവാം. ദെൻ നോർമൽ സ്ട്രെസ്സസിൽ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരു ബെൻഡിങ് സ്ട്രെസ്സാണ്. ഓക്കെ, ഒരു ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഒരു ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടാവാം. ദെൻ ഷിയർ സ്ട്രെസ്സിലേക്ക് കടക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ഷിയർ സ്ട്രെസ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന്, ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ ഫോഴ്സ് ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഷിയറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ടോർഷണൽ ഷിയർ സ്ട്രെസ്സാണ്. ഒരു ഷാഫ്റ്റ് ഒരു ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് ടോർഷണൽ ഷിയർ സ്ട്രെസ്സ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്പോണൻറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്ട്രെസ്സ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ കമ്പൈൻഡ് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പല കാറ്റഗറി സ്ട്രെസ്സുകളിൽ ഒന്നിൽ കൂടുതൽ സ്ട്രെസ്സ് ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ കമ്പൈൻഡ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്പൈൻഡ് സ്ട്രെസ്സസ് ഡെവലപ്ഡ് when two or more different force systems simultaneously act on a structural member. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ കണ്ട സ്ട്രെസ്സുകളുടെ പല കോമ്പിനേഷൻസ് ഉണ്ടാവാം. ആക്സിയലും ബെൻഡിങ്ങും വരാം, ആക്സിയൽ ഷിയർ അല്ലെങ്കിൽ ആക്സിയൽ സ്ട്രെസ്സും ടോർഷണൽ സ്ട്രെസ്സും വരാം. ദെൻ ഷിയറിങ്ങും ബെൻഡിങ്ങും വരാം, ഷിയറിങ് ആൻഡ് ടോർഷൻ, ആക്സിയൽ ഷിയർ ടോർഷൻ, ഇത് അങ്ങനെയുള്ള മൂന്ന് തരം സ്ട്രെസ്സുകളും വരുന്ന കേസുകൾ. ഇങ്ങനെയൊക്കെ പല കോമ്പിനേഷൻസായിട്ട് സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ when a machine component is subjected to only an axial load, bending moment or torque, uniaxial state of stress is produced. ഏതെങ്കിലും ഒരു ടൈപ്പ് ലോഡ് മാത്രം ആക്ട് ചെയ്യുന്ന കേസിൽ ഒരു യൂണിയാക്സിയൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരിക്കലും തന്നെ ഇങ്ങനത്തെ ഒരു അതായത് മിക്കവാറും പ്രാക്ടിക്കൽ കേസിലൊക്കെ ഒന്നിലധികം സ്ട്രെസ്സുകൾ ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. ദെൻ അങ്ങനത്തെ സിറ്റുവേഷൻ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ മുമ്പ് പഠിച്ച മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലും അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മിക്കവാറും ഇവിടെ ഇങ്ങനത്തെ കൂടുതൽ ലോഡുകൾ പല ഡയറക്ഷനിലുള്ള ലോഡുകൾ ആക്ട് ചെയ്യുമ്പോഴും അതേപോലെ ഇങ്ങനത്തെ പല സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഷാഫ്റ്റ്, ആ ഒരു ഷാഫ്റ്റിൽ അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ ഒരു അല്പം തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പുള്ളീസോ ഗിയേഴ്സ് അതുപോലെയുള്ള കമ്പോണൻസ് പലപ്പോഴും അങ്ങനത്തെ കമ്പോണൻറ്റുകൾ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് തിക്നെസ് കൂടുതൽ കൊടുക്കാറുണ്ട്. ദെൻ ആ ഒരു കമ്പോണൻറ്റിൻ്റെ വെയിറ്റ് ഉണ്ടാവും. അതുപോലെ ഒരു ബെൽറ്റ് വെച്ചിട്ട് ഒരു പുള്ളിയാണ്, അതൊരു ബെൽറ്റ് വെച്ച് വേറൊരു പുള്ളിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ബെൽറ്റ് ടെൻഷൻസ് കാരണം ഒരു ലോഡ് അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ബെൽറ്റ് ടെൻഷൻസ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഒരു ലോഡ് ആ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം ആ ഷാഫ്റ്റ് ബെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലോഡിനെയാണ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്.
പിന്നെ ആ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ടോർക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന കാരണം ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് കൂടി ഈ ഒരു ഷാഫ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കിയാൽ തന്നെ ഇതെന്താണ്, ഒരു കമ്പൈൻഡ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന കേസാണ്. ദെൻ ഒരു ആക്സിയൽ ഡയറക്ഷനിൽ കൂടി ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ സെയിം ഷാഫ്റ്റിൽ, അതായത് ഒരു ബിവൽ ഗിയറോ അല്ലെങ്കിൽ ഒരു ഹെലിക്കൽ ഗിയറോ ആണ് ഈ ഷാഫ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആക്സിയൽ ഡയറക്ഷനിൽ കൂടി ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു പവർ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് കൺസിഡർ ചെയ്താൽ തന്നെ അതിൽ ഈ രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതും കുറച്ച് സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലൊക്കെ ഫോഴ്സുകൾ, ജസ്റ്റ് ഫോഴ്സുകൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കമ്പൈൻഡ് സ്ട്രെസ്സസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലാണ് ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചില ലോഡുകൾ കാരണം ഒരു ആക്സിയൽ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക, ചില ലോഡുകൾ കാരണം ഒരു ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് സ്ട്രെസ്സസ് വരുന്ന കേസിൽ പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നമ്മുടെ ലോഡുകൾ അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകളെ കൂടി അനുസരിച്ചാണ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നോർമൽ സ്ട്രെസ്സസ്, നമ്മൾ സ്ട്രെസ്സുകളെ ക്ലാസിഫൈ ചെയ്തപ്പോഴത്തേക്കും നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടും ദെൻ ഷിയർ സ്ട്രെസ്സുകൾ എന്ന് പറഞ്ഞിട്ടും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോർമൽ സ്ട്രെസ്സുകൾ, അതായത് ഒരു ആക്സിയൽ കംപ്രഷനോ ടെൻഷനോ വരാം, അതല്ലെങ്കിൽ ഒരു ബെൻഡിങ് സ്ട്രെസ്സോ വരാം. ഈ ടൈപ്പ് സ്ട്രെസ്സുകളാണ് വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്ട്രെസ്സുകളെ ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നോർമൽ സ്ട്രെസ്സുകൾ ഒരേ ടൈപ്പ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള സ്ട്രെസ്സുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രോബ്ലം ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അതേസമയം നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസുകളാണെങ്കിൽ നമുക്കവിടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകേണ്ടി വരും. ആ ഒരു നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും കോമ്പിനേഷൻസിനെ നമ്മളത് വീണ്ടും ഒരു നോർമൽ സ്ട്രെസ്സുകൾ മാത്രം വരുന്ന, ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ സ്ട്രെസ്സ് മാത്രമായിട്ട് ഷിയർ കമ്പോണൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രെസ് വാല്യൂവിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുക. സിഗ്മ 1 സിഗ്മ 2 എന്നൊക്കെ പറയുന്ന 2 സ്ട്രെസ്സുകളാണ് 2 ഡയമെൻഷണൽ കേസിലുള്ളത്. സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞിട്ട് 3 കമ്പോണൻസ് 3 ഡയമെൻഷണൽ കേസിൽ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ട വരും, ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും കൂടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസുകളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മളിപ്പോൾ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ തന്നെ ഈ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഒരു ബീമിൽ ഈ ഒരു എ എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ ബി എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കാരണം ഒരു ബെൻഡിങ്, ഈ ഒരു ഷാഫ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബീമിന് ഒരു ന്യൂട്രൽ ആക്സിസ്, ഇതിൻ്റെ മിഡിലൂടെ നമുക്കൊരു ന്യൂട്രൽ ആക്സിസ് അസ്യൂം ചെയ്യാൻ പറ്റും. ആ ഒരു ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ്സും താഴേക്ക് ഒരു ടെൻസൈൽ സ്ട്രെസ്സും ആണ് ആക്ട് ചെയ്യുക. അതാണ് ഇവിടെ ഒരു ഗ്രാഫ് പോലെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേസമയം ഒരു ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ളൊരു സ്ട്രെസ്സ്, ഒരു ടെൻസൈൽ സ്ട്രെസ്സ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഒരു വാല്യൂ ആണ് നമുക്ക് കാണുക. അത് നമ്മൾ ഇതേപോലെയാണ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുക. ഓക്കെ, ഇൻ കേസ് ഈ 2 രീതിയിൽ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ലോഡും ദെൻ ഒരു ആക്സിയൽ ലോഡും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസാണ് ഈ ഒരു സി എന്ന് പറയുന്ന ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്ട്രെസ്സുകളെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു
റിസൾട്ടാണ് കിട്ടുക. ഇത് കുറച്ചും കൂടിയും നല്ലൊരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസ് കുറച്ചുകൂടി ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രെസ്സുകളെ, ബെൻഡിങ് കാരണമുള്ള സ്ട്രെസ്സും ടെൻഷൻ കാരണമുള്ള സ്ട്രെസ്സുകളും നമ്മൾക്ക് സം ചെയ്യാൻ പറ്റും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടൻ്റ് സ്ട്രെസ്സാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത്. നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു ബീം, ഇതാണ് അവിടുത്തെ ന്യൂട്രൽ ആക്സിസ്. ദെൻ ഇവിടെ ഒരു ടെൻസൈൽ ലോഡും ദെൻ ഒരു ബെൻഡിങ് മൊമെൻറ്റും ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആക്സിയൽ ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു ബീമിൽ ടെൻസൈൽ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ആക്സിയൽ സ്ട്രെസ്സ് സിഗ്മ = 2p/a എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അപ്പോൾ ഇത് മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബെൻഡിങ്ങിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ്സും ന്യൂട്രൽ ആക്സിസിൻ്റെ താഴേക്ക് ഒരു ടെൻസൈൽ സ്ട്രെസ്സും ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു മാക്സിമം ബെൻഡിങ് ഉണ്ടാവുന്ന ആ ഒരു മിഡിൽ പോയിന്റിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്നുള്ളത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻസിന് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഈ ഒരു ടോപ്പ് ലെയേഴ്സിൽ അവിടെ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ് ആയത് കാരണം രണ്ടും നമ്മൾ ഡിഫറൻസ് കണ്ടു. ബോട്ടം പോർഷനിൽ ഇവിടെ നമുക്ക് രണ്ടും ടെൻസൈലാണ്, അതുകൊണ്ട് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ സം ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി മെക്കാനിക്സോ സോളിഡ്സോ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ സോൾവ് ചെയ്യണില്ല, ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ഒന്ന് വായിക്കാം. എ കാൻഡിലിവർ ബീം ഹാസ് ദ പ്രൊഫൈൽ ഷോൺ സോ ദാറ്റ് ഇറ്റ് വിൽ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ക്ലിയറൻസ് ഫോർ large pulleys mounted on the line shaft it supports. The reaction of the shaft is a load P is equal to 25 kN. Determine the resultant normal stress at A and B at the wall. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കാൻഡിലിവർ ബീം പോലെ നിൽക്കുന്ന ഒരു കാൻഡിലിവർ ബീമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലൂടെ ഒരു ഷാഫ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഇത്രയും ഇത് ഓഫ്സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്, വാളിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലേക്ക് മാറ്റി നിർത്തിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൽ പുള്ളീസ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ബെൽറ്റ് വെച്ച് പവർ ട്രാൻസ്മിഷൻ നടത്താനായിട്ടുള്ള പുള്ളീസ് നമ്മൾ ഈ ഷാഫ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാളിൽ ഹിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് കിട്ടാവുന്ന രീതിയിലുള്ള കാൻഡിലിവർ ബീം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ആകെ കൂടി ഒരേ ഒരു ലോഡ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ഫോഴ്സാണ്, ഒരു റിയാക്ഷൻ ലോഡ്. ഈ ഒരു ഷാഫ്റ്റ് ഇവിടെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ലോഡ് പി എന്ന് പറയുന്നൊരു ലോഡ് 25 kN ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ലോഡ് കാരണം ഈ ഒരു വോളിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് 2 പോയിന്റ് എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സിൽ എത്രയൊക്കെ സ്ട്രെസ്സുകളാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ അവർ ഈ ഫിഗറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫോഴ്സിനെ 2 കമ്പോണൻസ് ആയിട്ട്, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ബീമിൻ്റെ ഒരു ന്യൂട്രൽ ആക്സിസ് നമുക്ക് കാണാം. ആ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സെൻട്രിക് ആയിട്ട് ഉള്ള ആ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 150 mm ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വോളിൽ നിന്ന് ഉള്ള ആ ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 450 mm എന്നൊക്കെ തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു കാൻഡിലിവർ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 150 mm ഡെപ്ത്ത്, 50 mm വിഡ്ത്ത്, ഓക്കെ, അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. അപ്പോൾ ഈ രീതിയിലുള്ള വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. ദെൻ 2 ഫോഴ്സുകളെ നമുക്ക് അവിടെ
കമ്പോണൻസായി റിസോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം പ്രോബ്ലത്തിനെ തന്നെ നമുക്ക് കുറേ കൂടി ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് ഇവിടെ മാറ്റി കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ Px എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് കമ്പോണൻറ്റ് നമ്മളിവിടെ ന്യൂട്രൽ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ Px എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ആക്സിയൽ എഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഒരു ബെൻഡിങ് 150 mm ഈ ഒരു സെൻട്രൽ ലൈനിൽ നിന്ന് മാറിയിട്ട് ആക്ട് ചെയ്യുന്ന കാരണം അവിടെ ഒരു ബെൻഡിങ് ആക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഇതിനെ ന്യൂട്രൽ ആക്സിസിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഒരു ഫോഴ്സും ഒരു മൊമെൻറ്റുമായിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Px എന്ന് പറയുന്ന ഒരു ആക്സിയൽ ഫോഴ്സും ദെൻ ആ ഒരു ഫോഴ്സ് ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസ് അതുകൂടി വെച്ചിട്ട് ഒരു മൊമെൻറ്റുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ന്യൂട്രൽ ആക്സിസിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ Py എന്ന് പറയുന്നൊരു ഫോഴ്സ് വീണ്ടും അവിടെ ഉണ്ട് y ഡയറക്ഷനിൽ. അപ്പോൾ അത് കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3 സ്ട്രെസ്സുകളാണ് ഇവിടെ ഉണ്ടാവുക. Px എന്ന് പറയുന്ന അതല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടൊരു മൊമെൻറ്റും ഉണ്ടാവും, ഒരു ആക്സിയൽ ഫോഴ്സും ഉണ്ട്, ദെൻ ഒരു മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ക്ലാസ് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിയൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെൻസൈൽ സ്ട്രെസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ Py എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ട്. ദെൻ ഈ ഒരു Px കാരണമുള്ള മൊമെൻറ്റ് അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ടും അതല്ലെങ്കിൽ നേരെ തിരിച്ചായാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിലുള്ള സൈൻ കൺവെൻഷൻസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെൻഡിങ് മൊമെൻറ്റും ദെൻ ഒരു ടെൻസൈൽ ലോഡും മാത്രമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ടെൻസൈൽ ലോഡിനെ നിങ്ങൾക്കൊരു ടെൻസൈൽ സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിനെ നിങ്ങൾക്ക് ബെൻഡിങ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബെൻഡിങ് സ്ട്രെസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ കയ്യിൽ ഒരു ടെൻസൈൽ സ്ട്രെസ്സും ദെൻ ഒരു ബെൻഡിങ് സ്ട്രെസ്സുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിന് ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബെൻഡിങ്ങിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് താഴത്തേക്കാണ് ബെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴത്തേക്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ന്യൂട്രൽ ആക്സിസിന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് ഒരു ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും, പോസിറ്റീവ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ മുകളിൽ വരുന്ന പോയിൻറ്റിനെയാണ് അവർ എ എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻസൈൽ സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ വരും. ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് മൈനസ് ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു നോർമൽ സ്ട്രെസ്സസിൻ്റെ വാല്യൂസ് എ ബി എന്ന് പറയുന്ന 2 പോയിന്റിലത്തെ വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അതിൻ്റെ ആ ഒരു ന്യൂമറിക്കൽ സ്റ്റെപ്പുകൾ ചെയ്യുക, ആ ഒരു വാല്യൂസ് കണ്ടെത്തിയാൽ മാത്രം മതി. ദെൻ നമ്മൾ ഈ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ തന്നെ പല സ്റ്റേജിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ഈ ഒരു സബ്ജക്റ്റിൽ ബാക്കി പോർഷനിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ പല പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പൈൻഡ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ കമ്പോണൻസിലും ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒന്നുകിൽ ഈ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അതല്ലെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വെച്ചിട്ടായിരിക്കും സോൾവ് ചെയ്യുക. ദെൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സെക്ഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നിർത്തുകയാണ്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അവിടുത്തെ കാര്യം മനസ്സിലാകും. അതായത് സ്ട്രെസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഷാഫ്റ്റ് അത് സഡനായിട്ട് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിൽ ഒരു ചേഞ്ച്, ഒരു അബ്രപ്റ്റ് ചേഞ്ച് വന്നതിന് ശേഷം അത് റെഡ്യൂസ്ഡ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ്സുകൾ കുറച്ച് ലൈൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻസ് സഡനായിട്ട് ക്രൗഡഡ് ആയിട്ട് മാറുന്നൊരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ
ഈ ഒരു സർക്കിൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഈ ലൈൻസ് തമ്മിൽ വളരെ കൂട്ടിമുട്ടുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ആ ഒരു പോർഷനിൽ, അല്ലെങ്കിൽ ആ ഒരു അബ്രപ്റ്റ് ചേഞ്ച് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് വളരെ അടുത്ത്, അതായത് അവിടുത്തെ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ ഹൈ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹയർ സ്ട്രെസ്സസ് ആയിരിക്കും. അതേസമയം കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫില്ലറ്റ് കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്ട്രെസ് ലൈൻസിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് പിന്നെയുണ്ട്. ഓക്കെ, തൊട്ട് മുമ്പത്തെ കേസിലാണെങ്കിൽ അവിടെ വളരെ കൂട്ടി മുട്ടുന്ന രീതിയിൽ അത്രയും അടുത്തടുത്തായിട്ട് സ്ട്രെസ്സുകൾ വന്നു. അപ്പോൾ കുറേ കൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈ സ്ട്രെസ്സസ് ഉണ്ടാവും. ദെൻ അബ്രപ്റ്റ് ചേഞ്ച് ആണെങ്കിൽ അവിടുത്തത് വളരെ ഹയർ സ്ട്രെസ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പോണൻസിലും ഈ രീതിയിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും അങ്ങനത്തെ ഷോൾഡേഴ്സ് അതല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്കത് മുഴുവനായിട്ട് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ സിറ്റുവേഷൻ നമുക്ക് കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രെസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷേപ്പിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ, എങ്ങനെയാണ് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കലൈസേഷൻ ഓഫ് ഹൈ സ്ട്രെസ്സസ് ഡ്യൂ ടു ഇറഗുലാരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ കമ്പോണൻറ്റ് ആൻഡ് അബ്രപ്റ്റ് ചേഞ്ചസ് ഓഫ് ദി ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് വിത്ത് ഹോൾ എന്നുള്ളൊരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോളില്ലാത്ത ഭാഗത്ത് സ്ട്രെസ് ലൈൻസ് ഇങ്ങനെ പാരലായിട്ട് പോകുമായിരുന്നു. ദെൻ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അതല്ലെങ്കിൽ ഒരു ഹോൾ അവിടെ ഒക്കർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ് ലൈൻസ് ഈ ഒരു ബാക്കി മെറ്റീരിയലുള്ള ആ ഒരു ഭാഗത്തേക്ക് ക്രൗഡഡ് ആയി പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ആ ഒരു ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെറ്റീരിയൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടേക്ക് നമ്മുടെ സ്ട്രെസ് ലൈൻസ് ക്രൗഡഡ് ആയി പോവും, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്യും. ഇനി അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എവിടെയാണ് കുറഞ്ഞു വരുന്നത്, ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അക്യുമുലേഷൻ കൂടുന്നത്. സ്ട്രെസ് ലൈൻസ് കൂടുതലും അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, ലോക്കലൈസേഷൻ ഓഫ് ഹൈ സ്ട്രെസ്സസ്. ഈ രീതിയിൽ സ്ട്രെസ്സുകൾ വളരെ ഹൈ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പല മെക്കാനിക്കൽ കമ്പോണൻസിലും ഇങ്ങനത്തെ സ്ട്രെസ് കോൺസെൻട്രേഷൻ പ്രസൻ്റ് ആയിട്ടുണ്ട്. നമുക്കത് മുഴുവനൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഗിയർ ടൂത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന ഗിയേഴ്സിലൊക്കെ ഈ രീതിയിൽ അതിൻ്റെ ഒരു റൂട്ട് പോർഷനിലുള്ള ചെറിയ എഡ്ജുകൾ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റുകളിൽ നമ്മൾ കീവേ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കീവേയുടെ അവിടുത്തെ ആ ഒരു ഷാർപ്പ് എഡ്ജുകളിലൊക്കെ അവിടെയൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ദെൻ ത്രെഡ്, നമ്മുടെ ബോൾട്ടിൻ്റെ ഒക്കെ ഷാങ്ക് പോർഷനും ത്രെഡും കൂടി വരുന്ന ആ ഒരു പോർഷനിൽ അവിടെയൊക്കെ സഡനായിട്ട് അവിടെ ആ ഒരു ഷാങ്കിൻ്റെ അത്രയും ഭാഗത്ത് ത്രെഡുകളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ത്രെഡിലേക്ക് അത് റെഡ്യൂസ് ആകുമ്പോഴത്തേക്കും കോർ ഏരിയയിലേക്ക് ചുരുങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ആ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഷോൾഡർ എന്നുള്ള രീതിയിലൊക്കെ ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നമുക്കവിടെ ഫില്ലറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ പോലും അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ റിവറ്റഡ് ജോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഹോൾസ് ഓൾറെഡി നമ്മൾ ഡ്രിൽ ചെയ്ത് വെച്ചാലാണ് നമുക്ക് അതിലേക്ക് റിവറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഹോള് അവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ഒരു ഡിസ്കണ്ടിന്യൂറ്റി പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തായാലും അവിടെ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് വെൽഡഡ് ജോയിൻറ്റ്. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഒരു
നോർമലായിട്ട് ഒരു മെറ്റീരിയലിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ നമ്മളിപ്പോൾ ഒരു വെൽഡഡ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കിട്ടില്ല. ആ ഒരു ജോയിൻറ്റിൽ കുറച്ച് പ്രോപ്പർട്ടീസ് കുറച്ച് ലോ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡീഗ്രേഡഡ് ആയിരിക്കും അവിടുത്തെ ഹൈ ടെമ്പറേച്ചർ കാരണവും. അതേപോലെ വെൽഡിൻ്റെ ക്വാളിറ്റി അതിലെന്തെങ്കിലും ക്രാക്കോ അതല്ലെങ്കിൽ എയർ ബബിൾസോ ഏതെങ്കിലും രീതിയിലുള്ള വോയിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണ്ടിന്യൂറ്റി ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം സ്ട്രെസ് കോൺസെൻട്രേഷൻ വെൽഡഡ് ജോയിൻസിലും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു, അതിനോടനുബന്ധിച്ച് കുറച്ച് എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് വേരിയേഷൻ ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ച് വന്നിരുന്നിടത്തൊന്നും അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക ദ മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാണ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പല പ്രോബ്ലംസും സോൾവ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അസംഷനിലൂടെയാണ്, അതായത് മെറ്റീരിയൽ ഹോമോജീനിയസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു റിയൽ പ്രാക്ടീസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളെടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ബ്ലാങ്ക് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വർക്ക് പീസ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഇങ്ങനെ ഹോമോജീനിയസ് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ക്രാക്സ് അല്ലെങ്കിൽ ബ്ലോ ഹോൾസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു ബ്ലാങ്ക് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ്, അപ്പോൾ നമ്മളവിടെ കാസ്റ്റിങ്ങോ അതല്ലെങ്കിൽ ദെൻ ഫോർജിങ് പോലത്തെ മെത്തേഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള ക്രാക്കുകളോ അതല്ലെങ്കിൽ ബ്ലോ ഹോൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ദെൻ വെൽഡിങ്ങിൻ്റെ ഒക്കെ കേസ് നേരത്തെ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്യാവിറ്റി പ്രസൻ്റ് ആണെങ്കിൽ അതും ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ദെൻ സ്റ്റീൽ കമ്പോണൻസിലൊക്കെ എയർ ഹോൾസ്, അതിൻ്റെ അകത്ത് ഏതെങ്കിലും വിധത്തിൽ എയർ ബബിൾസ് ട്രാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹോൾസ്, അതൊക്കെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. ദെൻ ഓൾറെഡി ഉള്ള മെറ്റീരിയലിൽ തന്നെ വേറെ ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് അത് ഏതെങ്കിലും രീതിയിൽ എംബഡഡ് ആയി പോയി കഴിഞ്ഞാൽ അതും ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. നോർമൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ബിഹേവിയർ ആയിരിക്കില്ല ഈ ഒരു ഫോറിൻ പാർട്ടിക്കിൾ കാണിക്കുക, അപ്പോൾ അതൊരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്ന കാരണം അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാം. ദെൻ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന പല മെഷീൻ എലമെൻസിലും അവിടെ ചെറിയൊരു ഏരിയയിൽ അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടും ലൈൻ കോണ്ടാക്റ്റിലൊക്കെയാണ് പലപ്പോഴും അവിടെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ അവിടെ അങ്ങനെ ലോഡ് ക്യാരി ചെയ്യുന്നതൊക്കെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ വളരെ സ്മോൾ ഏരിയയിലൂടെ ആയിരിക്കും ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്, ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കേസിലൊക്കെ അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ സ്ട്രെസ് കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് മെഷ്ഡ് ഗിയേഴ്സ്, രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്തിട്ട് അത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്തൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്ന കാരണം തന്നെ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ട്. ദെൻ ക്യാമും ഫോളോവറും തമ്മിലുള്ള കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്തും സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നു. അതേപോലെ ബോൾ അല്ലെങ്കിൽ റോളർ ബിയറിങ്സ്, ആ ബിയറിങ്സും അതിൻ്റെ റേസേഴ്സായിട്ട് ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഭാഗങ്ങളിൽ അവിടെയൊക്കെ ഇങ്ങനത്തെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ റെയിൽ ആൻഡ് വീൽ, അവിടെയും ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗത്താണ് ലോഡുകൾ ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അത് കാരണം അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ട്. ദെൻ ക്രെയിൻ ഹുക്ക് ആൻഡ് ചെയിൻ, ക്രെയിൻ ഹുക്ക് അത് ഹുക്ക് ചെയ്തിട്ട് കണക്ഷൻ ആ കോണ്ടാക്റ്റിൽ വരുന്ന ചെയിൻ്റെ ഭാഗവും തമ്മിലുള്ള കോണ്ടാക്റ്റും അതും വളരെ സ്മോൾ ഒരു ഏരിയയിലാണ് കോണ്ടാക്റ്റ് വരുന്നത്, അപ്പോൾ അതൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അതായത് അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ സെക്ഷൻ. ഓക്കെ, അപ്പോൾ മിക്കവാറും നമ്മൾ കാണുന്ന ഷാഫ്റ്റുകൾ ഇപ്പോൾ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഷാഫ്റ്റുകളിലാണ്. അപ്പോൾ ഈ ഒരു
ഷാഫ്റ്റുകളിൽ പല രീതിയിലുള്ള അതിൻ്റെ ക്രോസ് സെക്ഷനിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ ജനറലി കാണുന്ന ഗിയേഴ്സ്, സ്പ്രോക്കറ്റ്, പുള്ളി, ബിയറിങ്സ്, ഇതൊക്കെ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ പിടിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഷോൾഡേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കീവേഴ്സ് കട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിലാണ് ഈ ഒരു കീവേ, സ്പ്ലൈൻ, അതല്ലെങ്കിൽ ഓയിൽ ഗ്രൂവ്സ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്രോസ് സെക്ഷനിലുള്ള ചേഞ്ചസ് ആവാം, അതല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു കമ്പോണൻറ്റിൻ്റെ ഏരിയയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ്. ഇതെല്ലാം നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ റീസൺസ് ആണ്. ദെൻ മെഷീനിങ് സ്ക്രാച്ചസ്. അപ്പോൾ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻറ്റിൻ്റെ സർഫസ് അത് കുറച്ച് റഫ് ആണെങ്കിൽ ആ ഒരു പോർഷനിലൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാം. ഓക്കെ, കുറേ കൂടി സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവിടെ അപ്പോൾ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് കുറച്ച് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇനി ചില കേസിൽ ഇപ്പോൾ ഇതിൽ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സ്ക്രാച്ച്, ഇപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ സർഫസിൽ സ്ക്രാച്ചുകൾ വരിക, അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മാർക്കിങ്ങുകൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് എന്തെങ്കിലും മാർക്കിങ്ങുകൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അതും ചില സമയത്ത് ഇങ്ങനെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇൻസ്പെക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന മാർക്കുകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു റീസൺ ആണ്, അതിന് സാധ്യതയുണ്ട്. ദെൻ എന്തൊക്കെ മെത്തേഡ്സാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക? അപ്പോൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ എടുത്ത് പറഞ്ഞ് അതിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, പ്രൊവൈഡ് അഡീഷണൽ നോച്ചസ് ആൻഡ് ഹോൾസ് ഇൻ ടെൻഷൻ മെമ്പർ. അപ്പോൾ നമ്മളിവിടെ വി നോച്ച് ഓൾറെഡി ഉള്ള ഒരു പ്ലേറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലൊരു ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കിവിടെ സ്ട്രെസ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വി ഗ്രൂവ് അല്ലെങ്കിൽ വി ഷേപ്പിലുള്ള ആ ഒരു നോച്ച് വരുന്ന ഭാഗത്ത് സഡനായിട്ട് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു വി നോച്ച് വരുന്ന ഭാഗത്ത് ഇതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സഡൻ വേരിയേഷൻ എന്നുള്ളത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഓൾറെഡി ഉള്ള വി നോച്ചിൻ്റെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ അഡീഷണലായിട്ട് വി നോച്ചുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സഡൻ വേരിയേഷൻ, ഈ ഒരു സഡൻ ആയിട്ടുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് അവിടെ കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ ഈ രീതിയിൽ അഡീഷണൽ വി നോച്ചുകൾ പ്രൊവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഹോൾസ് ഡ്രിൽ ചെയ്യാം. ഈ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വി ഗ്രൂവിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് കുറച്ച് ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ് ലൈൻ കുറേ കൂടി സ്മൂത്തായിട്ട് മാറും. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷനിലെ മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അതൊക്കെയാണ് ഈ ഫിഗേഴ്സിൽ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തേൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ നോച്ച്, അതിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് എക്സ്ട്രാ അഡീഷണൽ വി നോച്ചുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അഡീഷണൽ ഹോൾസ് ഡ്രിൽ ചെയ്യുന്നതാണ് പിന്നത്തെ ഒരു ഓപ്ഷൻ. അതും അല്ലെങ്കിൽ ഈ ഒരു ഹാച്ച് ചെയ്തിട്ടുള്ള പോർഷൻ അത്രയും ഭാഗം മെഷീൻ ചെയ്ത് നമുക്ക് മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ മെറ്റീരിയലിൻ്റെ യൂസേജും കുറയും, അതേപോലെ സ്ട്രെസ് ലൈൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ലൈൻ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കുക. ഈ ഒരു കേസിൽ ഇത് സഡനായിട്ട് ഇങ്ങനെ വേരി ചെയ്യുന്നൊരു കേസ് ഈ പറഞ്ഞ പല പല റിഡക്ഷൻ മെത്തേഡ്സിലും കുറേ കൂടി സ്മൂത്ത് കർവായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ദെൻ അടുത്ത ഒരു കേസ് നോക്കാം. പ്രൊവൈഡ് ഫില്ലറ്റ് റേഡിയസ് അണ്ടർ കട്ടിങ് ആൻഡ് നോച്ച് ഫോർ മെമ്പർ ഇൻ ബെൻഡിങ്. ഇപ്പോൾ ബെൻഡിങ് ലോഡ് ആക്ട് ചെയ്യുന്നൊരു കമ്പോണൻറ്റ് നമുക്കിവിടെ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലൊരു ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നൊരു കേസും. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പോണൻറ്റിൽ ഇവിടെ ഇപ്പോൾ സഡനായിട്ടുള്ളൊരു ക്രോസ് സെക്ഷനിലുള്ളൊരു വേരിയേഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രെസ് ലൈൻസ് സഡനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു വേരിയേഷനാണ് ഇവിടെ കാണിക്കുന്നത്.
ഈ ഒരു ലൈനിൻ്റെ വേരിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഈ ഒരു പ്ലെയിനിൽ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ഇവിടെ ഒരു ഫില്ലറ്റ് റേഡിയസ് പ്രൊവൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു അണ്ടർ കട്ടിങ്, ഈ ഒരു പോർഷനിൽ ഒരു അണ്ടർ കട്ടിങ് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ഫിഗറിലൂടെ കാണാം. അപ്പോൾ ഇതാണ് ഫില്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഈ ഒരു കർവിനെ സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അണ്ടർ കട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു കർവ് കുറേ കൂടി ആ ഒരു ഷാർപ്പായിട്ടുള്ള ആ ഒരു ചേഞ്ചിനെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നോച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോഴും. അപ്പോൾ അണ്ടർ കട്ടും നോച്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ സ്ട്രെസ് ലൈൻസിനെ കുറേ കൂടി സ്മൂത്തൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബെൻഡിങ് ലോഡുകൾ വരുന്ന കേസിൽ ഈ രീതിയിൽ നമുക്ക് സ്ട്രെസ്സുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഷാഫ്റ്റുകളിൽ നമ്മൾ കീവയൊക്കെ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കാര്യം നമ്മൾ മുമ്പ് കണ്ടിരുന്നു, ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു. അപ്പോൾ അതുപോലത്തെ കേസിൽ നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ് അവിടെ ഹോൾസ് ഡ്രിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ കീവേ, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കീവേയുടെ ഉൾഭാഗത്ത് നമുക്ക് ഫില്ലറ്റ് റേഡിയസൊക്കെ കൊടുത്ത് ആ ഒരു ഷാർപ്പ് കോർണറുകൾ കുറച്ചൊക്കെ റെഡ്യൂസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ഈ ഒരു എ എന്ന് പറയുന്ന ഫിഗർ, ഇവിടെയാണ് നമ്മൾ കീവേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഡബ്ല്യു എന്ന് പറയുന്ന വിട്ടും എച്ച് എന്ന് പറയുന്ന ഹൈറ്റും ഉള്ളൊരു കീവേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള സ്ട്രെസ്സുകൾ ഈ രീതിയിൽ ഷാർപ്പായിട്ടുള്ള ഒരു കർവ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാർപ്പ് കോർണറുകൾ, സ്ട്രെസ് ലൈൻസ്, ആ ഒരു ഷാർപ്പായിട്ടുള്ള കോർണറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ സ്ട്രെസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫില്ലറ്റ് റേഡിയസ് ഒക്കെ കൊടുത്ത് നമുക്ക് സ്മൂത്തൻ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു കീവേഡ് 2 ഭാഗത്തുമായിട്ട് നമ്മൾ ഹോൾസ്, ചെറിയ ചെറിയ ഗ്യാപ്പിൽ ഹോൾസ് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു കർവ് കുറേ കൂടി സ്മൂത്തൻ ചെയ്ത് കിട്ടും. ഓക്കെ, ഷാഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ് ലൈൻസ് കുറേ കൂടി സ്മൂത്തൻ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്ട്രെസ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് റിഡക്ഷൻ ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇൻ ത്രെഡഡ് മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു, ഒരു ബോൾട്ടിൻ്റെ ഷാങ്ക് പോർഷനും ത്രെഡുള്ള പോർഷനും തമ്മിൽ വരുമ്പോഴത്തേക്കും ഷാങ്കിൽ നിന്ന് ഒരു കോർ ഏരിയയിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗം, അവിടെ സ്ട്രെസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് അണ്ടർ കട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ ഷാങ്ക് പോർഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് ത്രെഡ് ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് വയ്ക്കാം. ദെൻ ആ ഒരു കോർണറിൽ ഒരു ഫില്ലറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കോർണർ ഫില്ലറ്റ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള പോലെ ഒരു ഫില്ലറ്റ് റേഡിയസ് കൂടിയും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ട്രെസ് ലൈൻസ് കുറേ കൂടി സ്മൂത്തൻ ചെയ്യാൻ പറ്റും. ദെൻ കുറേ കൂടിയും എഫക്റ്റീവായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷാങ്ക് പോർഷൻ്റെ ഡയാമീറ്റർ, കോർ ഡയാമീറ്റർ എന്നുള്ള രീതിയിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു സ്ട്രെസ് ലൈൻ സ്ട്രെയിറ്റ് ആണ്, അവിടെ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുറേ കൂടി, അതായത് മുഴുവനായിട്ടും നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ, അതേപോലെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് മുമ്പത്തെ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കടക്കം ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ഈ രീതിയിൽ തിയറി ആണ് ഇതിന്ന് ഇങ്ങനെ വരാൻ, തിയറിയും വരും പ്രോബ്ലം വരും, പക്ഷേ തിയറി ഓൾറെഡി ചോദിച്ചിട്ട് ഉണ്ട്. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെ നമ്മൾ
ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് സിഗ്നിഫിക്കൻ്റായി വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ in order to consider the effect of stress concentration and find out the localized stressors, theoretical stress concentration factor is used. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ്, അതിനെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതാണ് ഈ ഒരു തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ highest value of actual stress near the discontinuity divided by nominal stress obtained by elementary equations for the minimum cross section. ഈ രീതിയിലുള്ളൊരു റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫിഗർ കൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു പ്ലേറ്റ് വിത്ത് ഹോൾ എന്നുള്ള ഒരു കേസാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്ലേറ്റ്, ഹോളൊന്നും ഇല്ലാത്ത ചുമ്മാ ഒരു പ്ലേറ്റ് എടുക്കുകയാണ്, അതിലിങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോഡ് അറിയാം, അല്ലെങ്കിൽ അവിടുത്തെ ഫോഴ്സ് അറിയാം, ദെൻ ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ആ ഒരു ഏരിയയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ട്രെസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ അത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന് ടി എന്നുള്ളതാണ് തിക്നെസ്, അതേപോലെ ക്യാപിറ്റൽ ബി എന്നുള്ളതാണ് ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ ഏരിയ സ്മോൾ ടി ഇൻറ്റു ബി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് ഹോള് അടക്കമുള്ള ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ എവിടെയാണ് സ്ട്രെസ്സ് കൂടുതൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്ലേറ്റിലാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ സെക്ഷൻ, അതല്ലെങ്കിൽ വീക്കറായിട്ടുള്ള സെക്ഷൻ. അപ്പോൾ അത് വളരെ എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഹോള് വരുന്ന പോർഷനിലാണ് ഇത് ഏറ്റവും വീക്കായിരിക്കുക, അവിടെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള സ്ട്രെസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനെ ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് ആക്ട് ചെയ്യണത്. ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് നോമിനൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോമിനൽ സ്ട്രെസ്, സിഗ്മ നോമിനൽ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ആ ഏരിയ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഇൻറ്റു ബി മൈനസ് എ. ആ ഒരു ഹോള് അവിടെ അത്രയും ഭാഗം മെറ്റീരിയൽ ഇല്ലാത്ത കാരണം അത് നമ്മൾ റിമൂവ് ചെയ്തു. നമുക്കിങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുക. ഓക്കെ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ടി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നോമിനൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. നമ്മൾ എലിമെൻ്ററി ഇക്വേഷൻ, നമ്മൾ ഇതുവരെ പഠിച്ച സ്ട്രെസ്സുകളൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണിത്. ഓക്കെ, പക്ഷേ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രെസ്സ് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ഇതുവരെ കണ്ട പല ഫിഗേഴ്സിലും എന്താണ്, സ്ട്രെസ് ലൈൻസ് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഹോളിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും സ്ട്രെസ് ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്ത് പോകുന്നൊരവസ്ഥ. ഓക്കെ, അപ്പോൾ ആ ഒരു നൈബർഹുഡിലത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ സിഗ്മ മാക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു നോമിനൽ സ്ട്രെസ്സും ഈ ഒരു സ്ട്രെസ്സും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നോമിനൽ സ്ട്രെസ്സിൻ്റെ ചിലപ്പോൾ ഒരു 2 to 3 ടൈംസൊക്കെ ചിലപ്പോൾ ഇത് ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു സ്ട്രെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യാതെ നമ്മൾ ഒരു കമ്പൗണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്ട്രെസ്സുകൾ ഇങ്ങനെ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയോട് ചേരുന്ന ഭാഗത്തേക്ക് അതിങ്ങനെ കൂടി വരുന്ന ആ ഒരു വേരിയേഷൻ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള സ്ട്രെസ്സുകളെ കണക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ ഈ ഒരു തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയുള്ള മാക്സിമം സ്ട്രെസ്സും നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോമിനൽ സ്ട്രെസ്സും തമ്മിലുള്ളൊരു റേഷ്യോ. ഓക്കെ, അതാണ് നമ്മുടെ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. KT = മാക്സിമം സ്ട്രെസ്, അതായത് ഹയസ്റ്റ് വാല്യൂ ഓഫ് ആക്ച്വൽ സ്ട്രെസ് നിയർ ദ ഡിസ്കണ്ടിന്യൂറ്റി. ആ ഹോളിൻ്റെ അടുത്തുള്ള ആക്ച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ മാക്സിമം ആണ്, നോമിനൽ സ്ട്രെസ് അല്ല. ദെൻ ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ പറഞ്ഞ നോമിനൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്, ഒബ്റ്റൈൻഡ് ബൈ എലിമെൻ്ററി ഇക്വേഷൻസ്. നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രെസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഈ നോമിനൽ സ്ട്രെസ് ആണ് കിട്ടുക. ഓക്കെ, ദെൻ ഈ സെയിം ഇക്വേഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലൂടെ പറയാം. നമ്മുടെ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ എഴുതണമെന്നുള്ളൂ. അതായത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ = മാക്സിമം സ്ട്രെസ് അറ്റ് ദ സെക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നോമിനൽ സ്ട്രെസ് അറ്റ് ദ സെക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ കേസിൽ ഈ ഹോൾ ഉള്ളതാണ് നമ്മുടെ സെക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതല്ലെങ്കിൽ നമ്മുടെ വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നതും അതേപോലത്തെ നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അപ്പോൾ ഈ ഒരു ഫാക്ടറും നമ്മൾ തിയററ്റിക്കൽ എന്നുള്ള രീതിയിലാണ് പറയണത്. അപ്പോൾ അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോഴും ഇത് മുഴുവനായിട്ടും ഒരു റിയൽ ഫാക്ടർ എന്നുള്ള രീതിയിലല്ല. ഓക്കെ, ഈ ഒരു അപ്പോൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് നോമിനൽ സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നോമിനൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാക്സിമം സ്ട്രെസ് നമുക്ക് ഒരു കാൽക്കുലേഷനിലൂടെ കണ്ടെത്താനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള പല എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ഫോട്ടോ ഇലാസ്റ്റിസിറ്റി മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ ഒരു സർഫസിൽ അത് കോട്ട് ചെയ്യും. ദെൻ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് അവിടുത്തെ സ്ട്രെസ്സിൻ്റെ ബിഹേവിയർ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇലാസ്റ്റിക് മെറ്റീരിയൽ അതിൻ്റെ ഫ്ലോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ബിഹേവിയർ നമ്മൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഒരു പോളിമർ പോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഫോട്ടോ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഈ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഒരു പോളിമർ പോലത്തെ ഒരു മെറ്റീരിയൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ ഈ രീതിയിലാണ് നമ്മുടെ മാക്സിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം കണ്ടെത്തി. ദെൻ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ മെറ്റൽസിലേക്ക് പോലും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു മെറ്റൽ കമ്പോണൻ്റ് എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ എന്നുള്ളതല്ല, ഒരു പോളിമറിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് അവിടെ എങ്ങനെയാണ് സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യണത് നമുക്ക് കുറേ കൂടി വിസിബിളായിട്ട് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ ഇലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറേ കൂടി ഡീഫോർമേഷൻസൊക്കെ വിസിബിൾ ആവുന്ന രീതിയിലൊരു മെറ്റീരിയൽ വേണം. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു പോളിമറിൽ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. ദെൻ ആ ഒരു റിസൾട്ടിനെ നമ്മൾ നമ്മുടെ മെറ്റൽ കമ്പോണൻസിലേക്ക് അടക്കം അഡോപ്റ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫാക്ടറിനെ നമ്മൾ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു മെറ്റീരിയലിൻ്റെ അകത്ത് കുറേ ക്രാക്കുകളും വോയിഡ്സൊക്കെ ഉണ്ടാവാം. അതൊന്നും നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, മെറ്റീരിയൽ കുറേ കൂടി യൂണിഫോം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഹോള് പോലെയുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് സ്ട്രെസ്സ് ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അത് മാഗ്നിഫൈ ചെയ്ത് വരുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിലവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി പല പല പ്രൊഫൈലുകൾക്കനുസരിച്ചുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ കെ ടി ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് ബൈ സിഗ്മ നോമിനൽ എന്നുള്ളതിൽ നമുക്ക് തീരെ അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ ഒരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നോമിനൽ സ്ട്രെസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനത്തെ എക്സ്പെരിമെൻസിൻ്റെ ബേസിൽ കണ്ടെത്തിയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അത് പല പല സിറ്റുവേഷൻസ് നമുക്കറിയാം. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്, അതല്ലെങ്കിൽ ഒരു ഷോൾഡർ, അതേപോലെ ഫില്ലറ്റ് റേഡിയസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ ഹോളുകൾ വരുന്ന സ്ഥലത്ത്, നോച്ചുകൾ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് കണ്ടീഷൻസ് കൺസിഡർ ചെയ്ത് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴും ബെൻഡിങ് ലോഡ് വരുമ്പോഴും ടോർഷൻ വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ ബേസിലുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള ചാർട്ടുകൾ നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കെ ടി എന്ന് പറയുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂവും നോമിനൽ സ്ട്രെസ്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്ട്രെസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാക്സിമം സ്ട്രെസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ എയിം. അതിൻ്റെ ബേസിൽ നമുക്കൊരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പോൾ തന്നെ കണ്ട ആ ഒരു പ്ലേറ്റ് വിത്ത് ഹോൾ എന്ന് പറയുന്ന കേസിൽ നമ്മൾ ഇക്വേഷൻസ് അവിടെ ഓൾറെഡി കണ്ടു. സെയിം ഇക്വേഷൻസ് തന്നെയാണ്. അതായത് നോമിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ, ടെൻസൈൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ദെൻ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത്, പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ബി ആണ്, തിക്നെസ് ടി ആണ്, ഹോളിൻ്റെ ഡയാമീറ്റർ സ്മോൾ ലെറ്റർ എ എന്നവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോമിനൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മാക്സിമം സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ കെ ടി എന്ന് പറയുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ വേണം. നമുക്ക് ഡാറ്റാ ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എ ബൈ ബി എന്ന് പറയുന്നൊരു റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ആ ഒരു ഹോളിൻ്റെ ഡയാമീറ്ററും പ്ലേറ്റിൻ്റെ വിഡ്ത്തും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗർ ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. മഹാദേവൻ ഡാറ്റാ ബുക്കിൽ 36-37 പേജുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ എക്സ് ആക്സിസിൽ എ ബൈ ബി എന്ന് പറയുന്ന റേഷ്യോ, ഹോളിൻ്റെയും പ്ലേറ്റിൻ്റെ വിഡ്ത്തിൻ്റെയും റേഷ്യോ ഈ ഒരു എക്സ് ആക്സിസിൽ നോക്കുക. ദെൻ ആ ഒരു വാല്യൂ ഇപ്പോൾ 0.3 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു പോയിൻറ്റിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കർവിൽ അത് വന്ന് മുട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈ വാല്യൂ, വൈ ആക്സിസിൽ നിന്നുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എ ബൈ ബി എന്ന് പറയുന്ന സ്മോൾ എ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈ വാല്യൂ, ആ ഒരു വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്ലേറ്റ് വിത്ത് ഹോൾ ഇൻ ടെൻഷൻ എന്ന് പറയുന്ന കേസിൽ ഈ രീതിയിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ദെൻ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ 2 കേസുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അടുത്തൊരു കേസാണ് സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് ഇൻ ടെൻഷൻ. ഓക്കെ, തൊട്ട് മുമ്പത്തത് ഫ്ലാറ്റ് പ്ലേറ്റ് വിത്ത് ഹോൾ ഇൻ ടെൻഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. പ്ലേറ്റ് കാണിച്ചിട്ടുണ്ടാവും, അവിടുത്തെ ലോഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടാവും, ഡയമെൻഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. ദെൻ അടുത്ത കേസിൽ നമുക്ക് ഈ ഒരു ഷാഫ്റ്റ് അതൊരു ടെൻസൈൽ ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ദെൻ ഷാഫ്റ്റിൻ്റെ തിക്നെസ് കൂടുതലുള്ള അല്ലെങ്കിൽ ഡയാമീറ്റർ കൂടുതലുള്ള ഭാഗത്ത് അത് ഡയാമീറ്റർ ക്യാപിറ്റൽ ഡി എന്നും, ദെൻ ഷോൾഡർ കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്ത ഭാഗത്തുള്ള ഡയമീറ്റർ സ്മോൾ ഡി എന്നും കാണിച്ചിട്ടുണ്ട്. ദെൻ അവിടെ ഒരു ഫില്ലറ്റ് റേഡിയസും ഉണ്ട്. സ്മോൾ ആർ വെച്ച് ആർ എന്നുള്ള രീതിയിലൊരു ഫില്ലറ്റ് റേഡിയസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോമിനൽ സ്ട്രെസ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റും. ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് π/4d². ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, ഇവിടെ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ സ്മോൾ ഡി ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അവിടെ വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ തന്നെ വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ കുറഞ്ഞ ഭാഗമാണ്. ഇവിടെ ഒരു തെറ്റുണ്ട്. π/4 ക്യാപിറ്റൽ ഡി അല്ല വേണ്ടത്, സ്മോൾ ഡി വെച്ചിട്ടുള്ള ഏരിയ വെച്ചിട്ട് വേണം. അതായത് ആ ഒരു ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് നോമിനൽ സ്ട്രെസ് കിട്ടും. ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിസിൽ R/D റേഷ്യോ, ഫില്ലറ്റ് റേഡിയസ് സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ആ ഒരു സ്റ്റെപ്പ്ഡ് ആയിട്ട് വരുന്ന പോർഷനിലെ ഡയാമീറ്റർ സ്മോൾ ഡി എന്ന് പറയുന്ന ഡയാമീറ്റർ തമ്മിലുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും തമ്മിലുള്ള റേഷ്യോയും കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ 2 റേഷ്യോസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ പഴയ ഇക്വേഷൻ തന്നെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സെക്ഷനിലെ മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് KT ഇൻറ്റു സിഗ്മ നോമിനൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള പല പല കേസുകളുണ്ട് ഡാറ്റ ബുക്കിൽ. അതെവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പറയാം. ഡാറ്റ ബുക്ക് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഓൾറെഡി നമ്മൾ കണ്ടു പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ടെൻഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ടെൻസൈൽ ലോഡ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന കേസ് അതിൻ്റെ ചാർട്ട് 36 എന്ന് പറയുന്ന പേജിലുണ്ട്. ദെൻ ട്രാൻസ്വേഴ്സ് ബെൻഡിങ്, ഇങ്ങനത്തെ ഒരു ഹോള് അടക്കമുള്ള ഒരു പ്ലേറ്റിനെ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അതിൻ്റെ സർഫസിന് നോർമലായിട്ടുള്ള രീതിയിൽ ഡയറക്ഷനിൽ അതിനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരിക എന്നുള്ളതിൻ്റെ ചാർട്ട് ഈ പറഞ്ഞ പേജിലുണ്ട്. ദെൻ നോച്ച്ഡ് ഫ്ലാറ്റ് ബാർ ഇൻ ടെൻഷൻ ആൻഡ് ഇൻ ബെൻഡിങ്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ബാറിൽ ഒരു നോച്ച്, ചെറിയൊരു നോച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെൻഷൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴും അതിനെ ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് ഈ പറഞ്ഞ പേജുകളിൽ നോക്കിയാൽ കാണാം. അതേപോലെ സ്റ്റെപ്പ്ഡ് ഫ്ലാറ്റ് ബാർ, അപ്പോൾ ഒരു ഫ്ലാറ്റ് ബാർ തന്നെ നമ്മുടെ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് എന്നുള്ളതിന് പകരം അവിടെ ഒരു ഫ്ലാറ്റ് ബാർ അത് ഫില്ലറ്റ് ചെയ്തിട്ട് ചെറിയൊരു റിഡക്ഷനോട് കൂടിയിട്ട് വരുന്നൊരു കേസ്. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയും നേരത്തെ കണ്ട പോലെ തന്നെ ഫില്ലറ്റ് റേഡിയസ് അതേപോലെ ലാർജർ സെക്ഷൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവും, സ്മോൾ സെക്ഷൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടും. ദെൻ ഷാഫ്റ്റ്, അപ്പോൾ ഒരു ഗ്രൂവ് ഉള്ള ഒരു നോച്ച് പോലെ ഒരു ഗ്രൂവ് ത്രൂ ഔട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ അവിടെ ടെൻഷനും ബെൻഡിങ്ങും ടോർഷനും ഒക്കെ വരുന്ന കേസിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടുക. അതേപോലെ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്, തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റിൽ നേരത്തെ കണ്ടത് ടെൻസൈൽ ഫോഴ്സ് ആയിരുന്നു, ലോഡായിരുന്നു. അതിന് പകരം ഒരു ബെൻഡിങ് മൊമെൻറ്റോ അതല്ലെങ്കിൽ ഒരു ടോർഷനോ ഒക്കെ വരുന്ന കേസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എങ്ങനെയാണ് കിട്ടുക. അങ്ങനത്തെ ഡിഫറെൻറ്റ് ചാർട്ടുകൾ നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. KT എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അതിൻ്റെ ഗ്രാഫുകളൊക്കെ നമുക്ക് ചാർട്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളത് എക്സ്പെരിമെൻ്റലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല മെത്തേഡുകളുണ്ട് നമുക്ക് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സ്ട്രെയിൻ ഗേജ് മെത്തേഡ്, ഫോട്ടോ ഇലാസ്റ്റിക് മെത്തേഡ്, ബ്രിട്ടിൽ കോട്ടിംഗ് ടെക്നിക്സ്, ഗ്രിഡ് മെത്തേഡ്, ഇങ്ങനത്തെ പല പല മെത്തേഡുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് സ്ട്രെസ് ലൈൻസിൽ വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള പല പല ഓപ്ഷൻസ് ആണ്. പക്ഷേ ഇത് ഒരു പോളിമർ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഏകദേശം പ്രൊഫൈലുകൾ മനസ്സിലാക്കി അതിനെ നമ്മൾ മെറ്റൽസിലേക്ക് അഡോപ്റ്റ് ചെയ്തേക്കാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടൊരു വേർഷൻ കാണും. നമ്മൾ ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, ഫാറ്റിക് ലോഡുകൾ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വെച്ചിട്ട് പറയാം.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം, കമ്പൈൻഡ് സ്ട്രെസ്സസിൻ്റെ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് സോൾവ് ചെയ്ത അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.